ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 71ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പം 2 ദിവസത്തെ ഒരു ട്രിപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ മുടിയിൽ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് ജട കളഞ്ഞിട്ട് ഇപ്പോൾ മുടിയിൽ ജട കളഞ്ഞിട്ടില്ല, പിന്നെ പാക്കുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ 2 ദിവസത്തെ കറക്റ്റായിട്ടുള്ള ഓയിലിങ്ങും പാക്കിൻ്റെ കാര്യവും ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളൊരു ജട പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ മുടി ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജട പിടിച്ചിരിക്കുന്ന നേരത്തൊന്നും നന്നായിട്ടിട്ട് കോമ്പ് ചെയ്ത് കളയിൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ മുടി ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം മുടിയൊക്കെ ചീകി ആ ഒരു ജടയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ജട കെട്ടുന്ന ടൈപ്പ് ഓഫ് മുടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി ജട കളഞ്ഞിട്ടില്ലെങ്കിൽ കൂടി പെട്ടെന്ന് അത് പ്രശ്നങ്ങളാവുകയും അതുപോലെ തന്നെ മുടി പിന്നെ ജട കളയുന്ന നേരത്ത് ഒരുപാട് മുടി കൊഴിയുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടി ഇതുപോലത്തെ പെട്ടെന്ന് ജട കെട്ടുന്ന ടൈപ്പ് ഓഫ് മുടിയൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് മാക്സിമം ആ ഒരു ജടയൊക്കെ കളഞ്ഞ് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഈ ഒരു വീക്കിൻ്റെ ലാസ്റ്റിലത്തെ ഇതാണ്. അതായത് നന്നായിട്ട് ഓയിൽ മുടിയിലും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലേക്കും കൂടി തേച്ച് പിടിപ്പിക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് മുടി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാകും, കുറച്ചൊന്ന് തിക്കായിട്ട് കിടക്കണ പോലെ ഉണ്ടാകും. അപ്പോൾ ചെറുതായിട്ടൊരു ഡ്രൈനെസ്സും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് അങ്ങനെ ഉണ്ടാകും. ഇനി എല്ലാവരുടെ മുടിയിലും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം എൻ്റെ മുടിയിൽ കുറച്ചൊന്ന് ആ ഒരു പാക്കറ്റ് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കും. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഡീപ്പ് ഓയിലിങ്, അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഹെയർ പാക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഡീപ്പ് ഓയിലിങ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മുടി ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി പെട്ടെന്ന് തന്നെ സോഫ്റ്റൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഈ ഒരു ദിവസമാണ് നമ്മൾ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുന്നത്. അതായത് അത്യാവശ്യം നല്ലോണം ഒരു തല കുളിർക്ക എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഒരു ഹെയർ ഓയിൽ എടുക്കുക. നല്ലോണം മുടിയിൽ തലയോട്ടിയിലും മുടിയിലേക്കും കൂടി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിലിങ് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഹെയർ ഓയിൽ അതേപോലെ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ നൈറ്റിൽ ഹെയർ ഓയിൽ എങ്ങനെയാണോ തേക്കുന്നത്, അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഓയിലിങ്ങും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് ചെറു ചൂടോടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ അതുപോലെ തന്നെ എടുത്തിട്ട് ചൂടാക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം ഓയിൽ ചൂടാക്കിയിട്ടില്ല, കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണിക്കണ പോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ നിങ്ങൾ ആദ്യം ഓയിൽ എടുക്കുക. അതിലേക്ക് വിരൽത്തുമ്പുകൾ മുക്കിയിട്ട് ഓയിലിങ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു സ്കാൽപ്പിൻ്റെ ആ ഒരു തലയോട്ടിയിൽ എല്ലായിടത്തേക്കും ആ ഒരു ഓയിൽ എത്തുക. അപ്പം നമ്മൾ ഈ ഓയിലിൽ ചേർത്തിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഓയിലാണെങ്കിലോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലോ ആ ഒരു ഓയിലിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് ആ ഒരു തലയോട്ടിലേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ ഇങ്ങനെ നിങ്ങൾ ഹെയർ ഓയിലിങ് ചെയ്യുമ്പോഴത്തേക്കും സഹായിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് കൈവെള്ളയിലേക്ക് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ഒരു തലയോട്ടിലേക്ക് എത്തത്തില്ല കേട്ടോ. അത് മുടിയിൽ ജസ്റ്റ് മുടിയിൽ മാത്രമായിട്ടായിരിക്കും ആ ഒരു ഓയിൽ കിട്ടുക. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് മുടിയുടെ ലെങ്തിലേക്ക് നല്ലോണം ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ തലേ ദിവസം നൈറ്റ് ഹെയർ ഓയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം നന്നായിട്ട് ഡീപ്പ് ഓയിലിംഗ് ചെയ്യാം. ഇനി തലേ ദിവസം നൈറ്റ് ഹെയർ ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീണ്ടും ഹെയർ ഓയിലിംഗ് ചെയ്യേണ്ട, ഈ ഒരു ഓയിലിംഗ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾ രാവിലെയോ അല്ലാത്ത സമയത്തോ ഒന്നും ഓയിൽ പ്രത്യേകമായിട്ട് ഇനി ചെയ്യേണ്ടതില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴാണ് കുളിക്കുന്നത് ആ ഒരു കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ 1 മണിക്കൂറോ മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡീപ്പ് ഓയിലിംഗ് ചെയ്യാം. എന്നിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് നന്നായിട്ട് ഷാമ്പു ഇട്ടിട്ടാണ് കഴുകി കളയുന്നത്. അതായത് ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ, അഴുക്കും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കിൻ്റെയൊക്കെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മുടിയിൽ ആ ഒരു സ്കാൽപ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ആകാൻ വേണ്ടിയിട്ടും ഒക്കെ ആണ് ഇന്ന് നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് ഇന്ന് ഈ ഒരു ഷാമ്പു വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഷാമ്പു ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള താളികളോ അല്ലെങ്കിൽ ചീവയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എന്ത് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇല്ല പറ്റത്തില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് ചീവയ്ക്ക പൊടിയാണ്, അതായത് ഷിക്കാക്കായ് പൗഡർ. അതാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം അത് എൻ്റെ കയ്യിൽ തീർന്നു പോകുന്ന സമയങ്ങളിൽ, ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി ഷാമ്പു ആണ് കേട്ടോ. അപ്പം ആ ഒരു ഷാമ്പു മാത്രമാണ് ഞാൻ അല്ലാണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ഒന്നുകിൽ താളിയോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഷിക്കാക്കായ് പൗഡർ, അതായത് ചീവയ്ക്കയുടെ പൊടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഷിക്കാക്കായ് പൗഡറിൻ്റെ പകരം വേറൊരു പൗഡറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ, അതായത് താളിപ്പൊടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പൗഡേഴ്സൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈനിലും ഒക്കെ കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിലും മാക്സിമം ഒറിജിനൽ ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ നിന്നോ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമുണ്ട്. അപ്പം ഞാൻ അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങൾ, അതായത് അങ്ങാടിക്കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഷിക്കാക്കായ് പൗഡറും അല്ലാണ്ട് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്തവണ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പൗഡർ കാണിച്ചു തരാം കേട്ടോ. അതായത് സോപ്പ് നട്ട് പൗഡറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഞാൻ ഇവരുടെ ഷിക്കാക്കായ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താളി പൗഡറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം അതിൽ താളീനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു ഷിക്കാക്കായ് പൗഡറായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സോപ്പ് നട്ട് പൗഡറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ പറയാം കേട്ടോ.